ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ചായക്ക് വെക്കാനുള്ള പരിപാടിയൊക്കെയാണ്. മോളും ചായ കുടിക്കില്ല, പാല് മാത്രമാണ്. അപ്പോൾ അവൾക്ക് പാലായിട്ട് എടുത്തു വെച്ചിട്ട് ബാക്കി എല്ലാവർക്കും ചായയാണ്. അപ്പോൾ 5:30 മണിയാകുമ്പോൾ ഞാൻ എണീക്കും കേട്ടോ. എണീറ്റാലും ബെഡിൽ 5:30 മണിക്ക് എണീറ്റിരുന്നാലും കുറച്ച് സമയം എടുക്കും അവിടെ നിന്നൊന്ന് വെളിയിലോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് വന്ന മാറ്റമല്ലേ, അപ്പോൾ അതൊന്ന് ശീലിച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തന്നെ താമസമില്ലാതെ ജോലികൾ ഓരോന്നും ചെയ്തു തുടങ്ങും കേട്ടോ. മടിച്ചിരിക്കില്ല ഞാൻ. മക്കള് ട്യൂഷന് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ കഞ്ഞിക്ക് വെള്ളം ഇട്ട് മുറ്റവും തൂത്ത് കുളിച്ച് വിളക്ക് കത്തിക്കാനുള്ള പരിപാടികൾ ചെയ്തു തുടങ്ങും. ഇതും പുതിയ ശീലമാണ് കേട്ടോ. കർക്കിടക മാസം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ശീലമാണ്. പക്ഷെ മുടങ്ങാതെ ഞാൻ കുറച്ച് ദിവസം വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് എന്നും കത്തിക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റാത്ത ദിവസം കുറച്ച് ദിവസം കത്തിക്കാതിരുന്നു. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കർക്കിടക മാസം ആരോഗ്യത്തിന് അത്ര നല്ലതല്ല, അസുഖങ്ങൾ ഒരുപാട് വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്രയും കാലത്തിനിടയിൽ ഈ വർഷം ഞാൻ നന്നായിട്ട് അത് അനുഭവിച്ചിട്ടുമുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും തന്നെ നല്ല രീതിക്ക് വയ്യായികളൊക്കെ ഉണ്ടായിരുന്നു. പനിയും ശ്വാസം മുട്ടലും തലവേദനയും എന്തെന്ന് പറയാൻ പറ്റാത്ത, എണീക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ മക്കൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ചോറ് നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അരി വടിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അവിയലാണ് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. തലേ ദിവസം തന്നെ പിറ്റേന്ന് എന്ത് കൊടുക്കണം എന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഇത്തിരിയുടെ എളുപ്പം നടക്കും കേട്ടോ. പെട്ടെന്ന് തീരുകയും ചെയ്യും നമ്മുടെ ജോലി. അപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങ് അവിയലും അതുപോലെ തന്നെ ഉള്ളി തീയലും ആണ് കേട്ടോ, വറുത്തരച്ച തീയലും ആണ് വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് അവിയൽ എന്ന് പറയുന്നത്. ഉരുളക്കിഴങ്ങ് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഉരുളക്കിഴങ്ങിൽ ഞാനിങ്ങനെ ഓരോ വെറൈറ്റികൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് നമ്മൾ മുട്ട അവിയലിന് ഇതുപോലെയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇട്ട് ഉണ്ടാക്കുന്നത്. മുട്ട ഇടാതെ ഞാൻ അതുപോലെ ചെയ്തെടുത്തതാണ്. പ്രത്യേകിച്ച് അതിലൊന്നുമില്ല. ഉള്ളിയും ഉരുളക്കിഴങ്ങും വേവിച്ചെടുത്തതിന് ശേഷം നമ്മുടെ അവിയലിന്റെ കൂട്ടരച്ച് അതിൽ ചേർത്ത് ഇളക്കിയെടുക്കും. ഇതാണ് ചെയ്യാറ്. അതുപോലെ ഉള്ളിത്തീയലും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കാപ്പിക്ക് ഞാൻ രാവിലെ ദോശയാണ് കേട്ടോ, ദോശയും വെള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ട്യൂഷന് പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ അവർക്ക് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരൊരു 8 മണിയൊക്കെ ആകുമ്പോൾ എത്തും. അതിന്റെ കൂടെ തന്നെ നമ്മളെടുത്ത പാത്രങ്ങളും ഇടയ്ക്കിടയ്ക്ക് കഴുകി ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അവസാനം കിച്ചൺ ക്ലീൻ ചെയ്യുമ്പം അധികം പാത്രം ഒന്നും കഴുകാൻ ഉണ്ടാവില്ല. തുണി ഉൾപ്പെടെ നനച്ച് എല്ലാ ജോലിയും 9:30 മുമ്പേ തീർത്ത് ഞാനും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ പുതിയ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. മറ്റു വീഡിയോ വരെ